ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ആലിസ് ഇൻ ബോർഡർലാൻഡ് നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ് കണ്ടത്. സീരീസ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിന്റെ ആദ്യത്തെ 2 സീസൺ മുമ്പേ ഇറങ്ങിയതാണ്. സെപ്റ്റംബർ 25ക്ക് തേർഡ് സീസൺ ഇറങ്ങിയത്. സീസണിന്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ റിവ്യൂവിനെ കുറിച്ചിട്ട്, അതായത് തേർഡ് സീസണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. ഒരു ഒറ്റ വാക്കിൽ പറയണം, മാസ്റ്റർ പീസ് സീസൺ വേണമെങ്കിൽ പറയാം. ഒരു ലാഗ് അടിയോ ബോറടിയോ ഒന്നും തോന്നിപ്പിക്കാതെ കിഡിലായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 6 എപ്പിസോഡ്സ് ആണ് ഉള്ളത് ഈ സീരീസിൽ. അതിൽ ഈച്ച് എപ്പിസോഡ് കൂടി നന്നായിട്ട് ക്യൂരിയോസിറ്റിയിൽ കാണാൻ പറ്റിയ ഒരു കിഡിലൻ സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിഡിലൻ സീസൺ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ അതായത് മുമ്പ് കണ്ടതുപോലെ മുമ്പത്തെ സീസണിലുള്ള ഗെയിംസ് അതിൽ കുറച്ച് ഡ്രാമാസ്, മറ്റേ എമോഷണൽസ്, അവർ പാസ്റ്റ് ഇതൊക്കെ നന്നായിട്ടുണ്ടായി. അതൊക്കെ കൂടുതലായിരുന്നു ആദ്യത്തെ 2 സീസണിൽ. പക്ഷെ ഈ തേർഡ് സീസണിൽ ഒരു പുതിയ ക്യാരക്ടേഴ്സ് ആണ്. എന്നാലും അവരുടെ പാസ്റ്റ് ഒക്കെ ഡീപ്പായിട്ടൊന്നും കാണിക്കാതെ അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഗെയിം ത്രൂ ആയിട്ടാണ് കാണിക്കുന്നത്. അത് നന്നായിട്ടുണ്ടായി. പക്ഷെ ഒരു ലാഗ് അടിയൊന്നും ഇല്ല ഈ സീസൺ. ഒരു ബോർ അടിയായിട്ട് ഒന്നും തോന്നിയിട്ട് ഈച്ച് ആൻഡ് എവറി എപ്പിസോഡ് നന്നായിട്ടുണ്ടായി. ഒരു സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ, ക്യൂരിയസ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സീസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആലിസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3. സോ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് എനിക്കൊരു ഒരു ഒരു ഡൈജസ്റ്റ് ആയി തോന്നിയില്ല. പക്ഷെ ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ മറ്റേ ഒരു ഇമാജിനേഷൻ വേൾഡിലോട്ട് കയറുന്നത് അതൊരു ഡൈജസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അത് ആ ഒരു ഡൗട്ട് ഒക്കെ അതന്നെ അങ്ങനെ പോയത് അങ്ങനെയൊക്കെ തോന്നിയോണ്ടാണ്. പക്ഷെ അതിന് ക്ലിയർ ആയിട്ടുള്ളത് അവസാനത്തെ എപ്പിസോഡിൽ ഉണ്ടായി. അത് അപ്പം ഒരു ക്ലാരിറ്റി ആയിട്ട് തോന്നി, ഇങ്ങനെ ഇനി ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട്. സോ പിന്നെ പറയണെങ്കിൽ സീസണിൽ ഹാരിസു, യുസാഗി ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഇല്ലാതെ ഈ സീരീസ് ഇല്ല. ഇവരൊക്കെ 2 ക്യാരക്ടേഴ്സ് അടിപൊളിയാണ്. ഇവരാണ് തുടക്കാൻ പോകുന്നത് ഈ അടുത്ത ഇമാജിനേഷൻ വേൾഡ്, അതായത് ജോക്കർ വേൾഡ്, അങ്ങനെ എന്താ വേണം പറയാൻ, ഒരു അടുത്ത വേൾഡ്, അടുത്ത ബ്രൂട്ടൽ ഗെയിംസ് അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. പക്ഷെ നമുക്ക് മുമ്പത്തെ 2 സീസൺ കണ്ടതുകൊണ്ട് ഈ സീസണിൽ പെട്ടെന്നാണ് ഗെയിംസ് ഒക്കെ തുടങ്ങാൻ പോകുന്നത്. അല്ലാതെ ഒരുപാട് ലാഗടിയോ അങ്ങനെയൊക്കെ ഒന്നും ആയിട്ടൊന്നും പോകുന്നില്ല. പെട്ടെന്നായിട്ടാണ് ഗെയിംസ്, അടുത്ത ഗെയിംസ് ഇങ്ങനെ ആയിട്ട് പോകുന്നു. ഒരു ഒരു ഇപ്പൊ എന്ന് പറഞ്ഞിട്ടില്ല, ഒരു നന്നായിട്ട് ഇരുന്നിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. ഒരു ബ്രൂട്ടലി ആയിട്ടുള്ള ഒരു അടിപൊളി ഗെയിംസ് ആണ്. എത്ര പറയാനുള്ളൂ. ഒരു ഗെയിംസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായി. അതായത് ഇവർക്കൊക്കെ ഈ ഗെയിംസ് ഒക്കെ ചെയ്യാനുള്ള ഇങ്ങനെ തോട്ട്സ് വരുന്നത് പറഞ്ഞിട്ട് അറിയുന്നില്ല. ഇത്രക്കും കിഡിലൻ ഗെയിംസ് ആണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത്. റിയൽ ലൈഫിലൊക്കെ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത്രക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിംസ് ആണ് ഇവരൊക്കെ ഇതിൽ ചെയ്തിട്ട്. പക്ഷേ പറയാനിരിക്കാൻ പോലെ ജാപ്പനീസ് ബ്രില്യൻസ് ആണ്. അങ്ങനെ ആയതുകൊണ്ട് അവരൊക്കെ ചെയ്താൽ വേറെ ലെവലായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇതിൽ എല്ലാ പുതിയ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് അതിൽ എനിക്ക് റേ പറഞ്ഞ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു വേ ഓഫ് ടോക്കിംഗ്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ക്യൂട്ട് ആയിട്ടുള്ള ഒരു കിഡിലൻ ക്യാരക്ടറാണ് റേ പറഞ്ഞ ഒരു ക്യാരക്ടർ. ഫീമെയിൽ ആണ്. പിന്നെ എല്ലാ കൊടുത്ത ക്യാരക്ടേഴ്സിന് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാം ചടപടയും പറഞ്ഞിട്ട് പോകുന്നു. പെട്ടെന്ന് തീർത്തു ഒരു തേർഡ് സീസൺ. ഒരു ആദ്യം പറഞ്ഞ പോലെ ലാഗ് ഒന്നുമില്ല. ക്ലിയർ ആയിട്ട് പോകുന്നു. എന്താ പറയാനുള്ള ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് ഓക്കെ. അല്ലാതെ ഗെയിംസിലൊക്കെ ലാഗ് അടിയായിട്ടു, അതായത് ഇവരുടെ പാസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യുന്നു, അതൊന്നും ഇല്ല. ഒരു സ്വിംഗിൽ തന്നെ പോകുന്നു മൊത്തം എപ്പിസോഡ്സ് ഒക്കെ. അത് നന്നായിട്ടുണ്ടായി. പിന്നെ ഇതിൽ പറയാനുള്ളത് ഇവരുടെ മേക്കിംഗ് ആണ്. വിഷ്വൽ ക്വാളിറ്റി ഇതൊക്കെ നന്നായിട്ടുണ്ട്. അവസാനത്തെ എപ്പിസോഡിലൊക്കെ ഒരു ചില സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ടായി. ആ ഒരു വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതി, ഇതൊക്കെ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അത്രക്ക് കിഡിലാണ് ചെയ്തിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ് പോലെ തോന്നുന്നു. എന്തായാലും ഒരു സ്വൈപ്പ് ഔട്ട് ആയ വേൾഡിൽ ആകെയുള്ള 10-15 പേര്. ഒരു രക്ഷയില്ല. കിഡിലൻ ഗെയിംസ് ആണ്. കിഡിലൻ ഗെയിംസ് അവസാനത്തെ എപ്പിസോഡ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവസാനത്തെ എപ്പിസോഡിൽ ഒരു ക്ലൂ ഉണ്ട്. അതായത് ടൈറ്റിൽ ഉണ്ടായിരുന്ന പോലെ ആലിസ് ഇൻ ബോർഡർലാൻഡ്. ഈ ആലിസ് ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു.
ഈ ആലിസ് പറഞ്ഞതിന് സീസണിൽ വരുന്നതേ ഇല്ല ഈ എപ്പിസോഡിൽ എന്തിനായെങ്കിൽ ആലിസ് അതെന്തെങ്കിലും ഹോപ്പുണ്ട്. പക്ഷെ അവസാനത്തെ ഈ എപ്പിസോഡിലുണ്ട് അതിലൊരു ഹിന്റ് ഉണ്ട്, അടുത്ത സീസൺ 4 ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ സീസൺ 4 ആലിസ് ഇൻ ബോർഡർലാൻഡ്. സോ എന്ന് പറഞ്ഞുകൊണ്ട് സീരീസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി ഗൈസ്. ഒരു നെറ്റ്ഫ്ലിക്സിൽ നിന്ന് അടിപൊളി സീരീസ് ആണ്. ഒരു ഫ്രീ ടൈം എന്തെങ്കിലും കിട്ടുന്ന പെട്ടെന്ന് കണ്ടി തീർക്കാൻ പറ്റിയ ഒരു സീരീസ് ആണ്. ആകെ ഉള്ളത് 6 എപ്പിസോഡ്സ് ആണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ബാക്കി 3 സീസൺസ് കാണണം. കണ്ടാലേ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാവും. പിന്നെ അത്യാവശ്യം പേരൊക്കെ കണ്ടിട്ടുണ്ടാവും സീരീസ് ഒക്കെ കാണാത്തത് നെറ്റ്ഫ്ലിക്സിൽ. എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കിട്ടാൻ ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും ഗൈസ്. എന്ന് പറഞ്ഞ അടുത്ത വീഡിയോ കിട്ടാം. ബൈ.